ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനായ പഴയ കോൺഗ്രസ് നേതാവും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന പ്രശാന്തും കുറ്റക്കാരനാണ് എന്ന തരത്തിൽ ഇന്ന് വാർത്ത കാണാനിടയായി. കുറ്റാരോപിതൻ മാത്രമാണ്. ഇനി അതിൻ്റെ അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളും പൂർത്തിയായാണ് അദ്ദേഹം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, അധികാരത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ അധികാരമുള്ള പാർട്ടികളിൽ നമുക്ക് ലഭിക്കുന്ന പദവി എന്താണ്, ആ സ്ഥാനത്തിൻ്റെ വലിപ്പം എന്താണ്, അടിച്ചു കയറണം, അടിച്ചു മിന്നണം, കത്തിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രേരണാവാക്കുകൾ നമ്മൾക്ക് കിട്ടാറുണ്ട്, കേൾക്കാറുണ്ട്. ആ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അധികാരസ്ഥാനത്തേക്ക് എത്തിച്ചേരുമ്പോൾ കാര്യസാധനത്തിനായി, പ്രോത്സാഹനത്തിനായി ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും എത്തിച്ചേരും. അവരൊരുപാട് പ്രേരണകൾ നമുക്ക് മുന്നിൽ വെക്കും. കഴിഞ്ഞ ദിവസം പോലും ഒരാൾ ഞാൻ അങ്ങോട്ട് കാണാൻ വരാം എന്ന ആദ്യ വാചകം, രണ്ടാമത്തേത് കാറിൽ നല്ല ജൈവ കശുവണ്ടി പരിപ്പിരിപ്പുണ്ട്, രണ്ടാമത്തെ വാചകം. അദ്ദേഹം ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൽ ആരോപിതരായ ആളുകൾ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ കശുവണ്ടിയോ അല്ലെങ്കിൽ പുള്ളിയുടെ കാണാൻ വരവോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിശബ്ദമായിരിക്കാനേ നിർവാഹമുള്ളൂ. ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിനും എത്തും. ചില പദവികളൊക്കെ നമ്മുടെ തിളക്കത്തിനാണ്, അംഗീകാരത്തിനാണെന്ന് തോന്നും. പക്ഷേ അത് ചിലപ്പോൾ പരീക്ഷണത്തിനായിരിക്കും. ചിലത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പല പരാതിയും തോന്നിയേക്കും. പക്ഷേ ചിലതിൽ നിന്ന് ഊരാൻ അതല്ലാതെ വേറൊരു മാർഗമില്ലെന്ന് ദൈവം കണ്ടതുകൊണ്ടാവും നമ്മളെ ഊരിക്കളയുന്നത്, എന്തോ നന്മയെ ഉദ്ദേശിച്ച്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഈ അധികാരത്തിൻ്റെ തണലെല്ലാം മാറി അധികാരത്തിലിരുന്നവരെല്ലാം ഒഴിഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നീട് ഈ അനുഭവസ്ഥനായ ആൾ ഒരു നടക്കേണ്ടി വരുന്നൊരു നടത്തയുണ്ട്. ഓരോ ഓഫീസുകൾക്ക് മുന്നിൽ അവിടെ പോയിരുന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. അതിൽ നമ്മൾ സത്യസന്ധരാണെങ്കിൽ പിന്നെയും ആ സത്യസന്ധതയുടെ ഒരു ഊർജം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. അതല്ല, നമ്മളും അഴുക്ക് പുരണ്ടു പോയാൽ അത് സ്വാഭാവികമായും നമ്മളെ വേറൊരു തരത്തിലേക്ക് എത്തിക്കും. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരുപാട് കത്തി നിന്നവർ പരമഭക്തരും പലതരം അനുയായികളുമായി മാറി ആ ഭക്തിയുടെ മാർഗത്തിലും അതുപോലെയുള്ള മാർഗത്തിലും അലിഞ്ഞു തീർന്ന പണ്ടത്തെ നക്സലൈറ്റിലെ പല ആളുകളെയും പോലെയുള്ള തിളങ്ങി നിന്ന എം ഡിമാരുണ്ട്. അവരൊക്കെ മന്ത്രിയുടെ വെളിപ്പുറത്ത് വേദിയിൽ മന്ത്രിമാരുടെ പുകഴ്ത്തി പ്രസംഗം ഇതെല്ലാം കേട്ടാണ് അവർ കത്തിജ്വലിച്ചു നിൽക്കുന്നത്. പക്ഷേ വീഴുമ്പോൾ ഒപ്പം ആരും ഉണ്ടാകില്ല, പ്രശാന്തിൻ്റെ സ്ഥിതി പോലെ. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ, ഒരു പാർട്ടിയിൽ, ഒരു ഫിലോസഫിയിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ അതിലൊരുപാട് ടർബുലൻസ് വരും, കയറ്റിറക്കങ്ങൾ വരും. ഈ കയറ്റിറക്കങ്ങളും ടർബുലൻസും ഒക്കെ അതിജീവിച്ച് അതിൽ ഏതൊരു സംവിധാനത്തോടൊപ്പമാണോ നമ്മൾ നിന്നത് അത് തുടരുന്നതിന് പകരം അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, കുറുക്കിന് ചാടി, വട്ടം ചാടി, അവസാനം എങ്ങുമെത്താത്ത സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരുന്നൊരു സ്ഥിതിയുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരാളുടെ കാര്യം കണ്ട് ചിരിച്ചുപോയി. ഏതോ ഒരു സുധീർ, നമ്മുടെ ചേലക്കരയിലോ മറ്റോ നമ്മുടെ അൻവർക്കയുടെ പാർട്ടിയിൽ മത്സരിച്ചൊരു സുധീർ, പുള്ളി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, തെക്കോട്ട് പോയി വടക്കോട്ട് പോയി, ഇപ്പോൾ എവിടെയാണെന്നുള്ളത് പോലും അറിഞ്ഞുകൂടാ. ജീവിതാന്ത്യം വരെ എല്ലാ പദവികളും ഇല്ല, നിർത്താതെ വീഴുന്ന ജലധാര പോലെ അധികാരം ഇങ്ങനെ ഇറ്റിച്ചു വീഴണം എന്നൊന്നും വിചാരിക്കരുത്. എല്ലാത്തിനും ഒരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു തലയിലെഴുത്തുണ്ട്. ചിലതൊക്കെ ആവും, ചിലതൊക്കെ ആയില്ലെന്ന് വരും. പക്ഷേ നമുക്ക് നമ്മളായിരിക്കാമല്ലോ, വേറൊന്നും ആയില്ലെങ്കിലും. അതും ഞാൻ പ്രശാന്തിനെ കണ്ടപ്പോൾ ഓർത്തുപോയി. ഏതായാലും നീതി തെളിയട്ടെ. ഇനിയും കാലുകൾ അങ്ങടും ഇങ്ങടും വെച്ച് നിൽക്കുന്നവർക്ക് ഒരു ബോധ്യവും ഉണ്ടാകട്ടെ.